ഇത് മഞ്ഞൾ കൃഷി, അത് ഓർഗാനിക്, ഫുള്ള് ഓർഗാനിക്കാണ്, ഒരു മാറ്റമില്ല. ഓക്കെ, ഇങ്ങനെ വന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതിന് കച്ചോലം വെച്ചാണ്, അത് ഓർഗാനിക്കാണ് കൊടുത്തത്. പക്ഷേ കച്ചോലം വന്നിട്ട് അങ്ങനെ ക്ലിക്കായില്ല, അതിൻ്റെ സംരക്ഷണത്തിൽ ഈ കുറവായിരുന്നു, അതാണ് പ്രശ്നമായത്. ഇനി നമ്മുടെ 2 ഏക്കർ 3 ഏക്കർ കൃഷിഭൂമിയുണ്ട്, ആ കൃഷിഭൂമിയിലേക്ക് ഇറങ്ങുക. അവിടെ നല്ലൊരു കൊക്കറിനെ കുത്തിയിട്ട്, കൃഷിഭൂമിക്ക് വേണ്ടിയിട്ട് ഒരു കൊക്കറിനെ കുത്തി വെള്ളം കണ്ടിട്ടേ അതിൽ മോട്ടറും കാര്യങ്ങളൊക്കെ വെച്ച്, മറ്റേ പെട്രോൾ മോട്ടർ വെച്ച് അവിടെ കുറച്ച് ഫിഷൊക്കെ വിട്ടിട്ടുണ്ട് ആ കൊക്കറിനയിൽ. ആ ഫിഷാണത് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് എനിക്ക് തീറ്റ ഇട്ട് കൊടുത്താൽ അവർക്ക് തീറ്റ കിട്ടുമ്പോൾ ഇപ്പോൾ വന്നിരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ ഗംഭീരമാണ് സംഭവം. അപ്പോൾ മനസ്സ് ഭയങ്കര സമാധാനമാണ്. അതാണ് ഇതിൻ്റെ രഹസ്യം. ഇതാ കണ്ടില്ലേ, എല്ലാവരും ഒരു 1/2 കിലോ 1/4 കിലോ ഇങ്ങനെ എല്ലാവരും ആയിട്ടുണ്ട്. പക്ഷേ എനിക്ക് പിടിക്കാൻ തോന്നുന്നില്ല അതിനെ. ഇനി നോക്കട്ടെ. ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ സന്തോഷം. കണ്ടില്ലേ, നമ്മൾ വരുന്നത് നോക്കി ഇവർ ഇരിക്കുക, മനസ്സിലായില്ലേ? എല്ലാവരും വലിയ വലിയ ആൾക്കാരായി. ഇവിടെ ഒന്നും പിടിക്കില്ല ആൾക്കാരെ, എല്ലാം സോളാർ വേലി അത് കൊണ്ടേ ക്യാമറയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വന്നുകൊണ്ട് ഇതൊക്കെ വലിയ സാധനമാണ്. അതാണല്ലേ, ഇതാ വരുന്നതാണല്ലേ, സ്രാവിനെ പോലെ വലിയ വലിയ സാധനങ്ങളാണ്. ഇനിയൊരു കൂറ്റ സാധനമുണ്ട്, അവൻ വരുന്നത് പടയപ്പ. ഇവിടെ ആള് അത് കാണാനില്ല. ഇനിയിപ്പോൾ റെസ്റ്റിലാണോന്ന് അറിയില്ല. ദൂരത്ത് എവിടെയെങ്കിലും ആയില്ല. വന്ന് ഇതാ പോണത് സ്രാവ് പോലെയാണ്. വരുന്നു, തിരിഞ്ഞ് വരുന്നുണ്ട്. ഇവിടെ ഇതാണല്ലേ, ഇവിടെ കണ്ട പടഞ്ഞത് കണ്ടല്ലേ, അവൻ വന്നതിൻ്റെ ഇതാണ് കാണിച്ചത്. കാണിച്ചു തരാം. ആൾ അടുത്തേക്ക് വരുമെന്ന് നോട്ടെ. അത് അവിടെയൊക്കെ പടയുന്നുണ്ട് ഭയങ്കരമായിട്ട്. അവൻ പോകുന്നതിൻ്റെ ഇതാണേ. ഇവിടെ ആള് നമ്മുടെ കണ്ണിൽപ്പെടുന്നില്ല. അവിടെയൊക്കെ വന്നിട്ട് ഒരു തീറ്റ എടുക്കുക. കുറേ കഴിയുമ്പോൾ തീറ്റ എടുക്കലും നിന്നിട്ട് കംപ്ലീറ്റ് കാലിയാക്കും. 1/2 കിലോ കൊണ്ടുവന്നാലും ശരി, ഇനിയിപ്പോൾ 1 കിലോ കൊണ്ടുവന്നാലും ശരി. ഒരു ദിവസം വളരുന്നുണ്ട് കേട്ടോ. നോക്കൂ, ഇത് നല്ല കൃഷിയാണ് അവിടെ. അതാ ഉണ്ടല്ലോ, ഇവൻ എന്ത് സംഭവം എന്ന് അറിയുന്നില്ല. ആളിപ്പോൾ മുകളിലോട്ട് വരുന്നില്ല, വലിയ ആളായപ്പോൾ. ഇത് വലിയ ജിലേബിയാണ്. അത് ഒരു 1.5 കിലോ ഒക്കെ കാണുന്നതുകൊണ്ട് അത്ര വലിയ ജിലേബിയാണ് അത്. ഇതാണല്ലേ, ഇതാണ് ഈ സാധനം. 1.5 കിലോ ഉണ്ടാവും. ഇതാ ഇവിടെ ഒരു സാധനം. അവൻ നട്ട് നമ്മൾ പറഞ്ഞ ആള് 2 കൊത്തു കൊത്തിയിട്ടാണ് പോയി. 2 കൊത്തു കൊത്തിയിട്ടാണ് പോയി. കരിമീനുണ്ട് കേട്ടോ അതിൽ, കരിമീനുമുണ്ട്. ഇതിൻ്റെ ഇടയിലെല്ലാം കരിമീൻ കുറച്ചുണ്ട്. നമ്മൾ അങ്ങനെ മോശമാക്കിയിട്ടൊന്നുമില്ല, കരിമീനുമുണ്ട്. ആണ്ടല്ലേ ഇടയിൽ കൂടെ പോകുന്നത്, വരവരയായിട്ട് ഒരു ചങ്ങാതി. അവനെ കാണാൻ ബുദ്ധിമുട്ടാണ് കരിമീനിനെ. അതാണല്ലോ വരുന്നത്, അതിനുള്ളിൽ നിന്ന് അതാണല്ലേ നിൽക്കുന്നതാണല്ലോ ഒരുത്തൻ. ഈ വരയും കുതിരനെ പോലെ ഉണ്ടാവും ആള്. ഓക്കെ, അപ്പോൾ ആളിനെ കണ്ട പേടിയാണ്, അതാണ് സംഭവം. ഇവരൊക്കെ കാലിൻ്റെ ചുവട്ടിൽ വന്നിട്ടാണ് തീറ്റ എടുക്കുന്നത്. പേടിയുണ്ട്, എന്നാലും അവന് ശരിക്കും കാണാൻ കഴിഞ്ഞില്ല അല്ലേ. ഓക്കെ, മതിയായി, തീറ്റ മതിയായി അവർക്ക്. ഇനി മെല്ലെ കഴിക്കുള്ളൂ. ഇനി ഞാൻ പാടമൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരുമ്പോഴേക്ക് ഈ തീറ്റയൊക്കെ എടുത്തിട്ട് പിന്നെ വീണ്ടും എൻ്റെ അടുത്ത് വരും. വല്ലതും കിട്ടുമോ നോക്കാം. എന്ത് കൊടുത്താലും മതിയാവില്ല പുള്ളിക്കാരന്മാർക്ക്. അപ്പോൾ ഒരളവിനാണ് കൊടുക്കുന്നുള്ളൂ. ഒരു 600 ഗ്രാം 550 ഗ്രാം തീറ്റ എടുത്തിട്ട് വരും, നിങ്ങൾ ഇട്ട് കൊടുക്കും ഡെയിലി. അളവാണ്, തൂക്കിയിട്ട വരിക. അതാ വരുന്നുണ്ട് സ്രാവ്, നോക്കട്ടെ.
സ്രാവല്ല, സ്രാവിനെ പോലെയുള്ളൊരു സംഭവമാണ്. പക്ഷെ അവൻ അടിയിലൂടെയാണ് പോകുന്നത്. കാണാൻ ബുദ്ധിമുട്ടാണ്. എവിടെയാണെന്നൊരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഒന്ന് വന്നിട്ട് കണ്ടാൽ കുഴപ്പമില്ല, ഒന്ന് കാണില്ല. ഇനിയിപ്പോൾ വരില്ല, എല്ലാവരും പോയി, ദൂരത്തോട്ട് പോയി. അതായത് ഒരു 18-20 മീറ്റർ നീളവും ഒരു 5-6 മീറ്റർ വീതിയുള്ള ഒരു 12 അടി ആഴമുള്ള ഒരു കൊക്കറിനെയാണേ. അതിലിപ്പോൾ ഇവിടെ തന്നെ വിരിച്ച് കുട്ടികൾ 2-3 ജിലേബി കൊണ്ട് ഇട്ടാണ്. അതിൽ വിരിച്ച് ഇപ്പോൾ 10-500 ആയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ. പിന്നെ പല സൈസും ഉണ്ട്. അതിൽ ഇപ്പോൾ ജിലേബി മാത്രമല്ല, നട്ടറുണ്ട്, കരിമീനുണ്ട്, എല്ലാം ഉണ്ട് പുള്ളിക്കാരന്മാർ. ഓക്കെ, അടുത്തതിൽ കാണാം.